ഒരാളുടെ എന്താണ് വിമർശിക്കുകയല്ല, അധിക്ഷേപം പറയുന്നതല്ല, കൊല്ലാൻ ജീവൻ തന്നെ എടുക്കാൻ നോക്കി, എന്നിട്ടൊന്നും പറഞ്ഞില്ല. ഇത് എന്താണ് ക്ഷമിച്ചു വിടാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ബുഹാരിയിലെ 2617. അപ്പൊ ഇത് എന്തിനെടുത്താലും ഇവർ മക്കയിൽ മദീന മക്ക മദീന എന്ന് മാറ്റുന്നത്, ഇതെല്ലാം ഈ ആയത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത്. ഇതാ ഈ മക്കയിൽ ഇറങ്ങിയ ആയത്ത് മക്കൻ സിറ്റുവേഷനിൽ ആവശ്യം തന്നെയാണ്, അതൊന്നും നെസ്കൊന്നും ആവത്തില്ല. അത് അതിനകത്ത് ഉള്ള കാര്യങ്ങൾ മദീനയിലും ഉണ്ട്. പിന്നെ എന്താ അധികാര കൈമാറ്റം ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ. ഇപ്പം മക്കയിൽ ഒരാൾ ആരെങ്കിലും മോഷ്ടിച്ചാൽ അതിന് പ്രവാചകൻ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ശിക്ഷിക്കണം. ആ ഒരു വ്യത്യാസം വരും മക്കയും മദീനയും തമ്മിൽ. അല്ലാതെ പ്രവാചകനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പഠിക്കുന്നതിനോ അദ്ദേഹത്തിനെ എതിർക്കുന്നതിനോ ഒന്നും ഇത് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ എതിർത്താൽ ശിക്ഷിക്കും മദീനയിൽ വന്നാലും. അപ്പൊ നിങ്ങൾക്ക് കാണാം, സ്വന്തമായിട്ട് പ്രവാചകനെ സ്വന്തമായിട്ട് വിമർശിച്ചതിന് ഒരിക്കലും പ്രവാചകൻ റിവഞ്ച് എടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ബുഹാരിയിലെ 6126 കാണാം. ഒരു കാലത്തും നെവർ എന്നാണ് പറയുന്നത്, നെവർ ടു റിവഞ്ച് എന്ന് പറയാൻ. അതായത് ഒരു കാലത്ത് ആദ്യം മുതൽ അവസാനം വരെയും മക്കയിലായാലും മദീനയിലായാലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചാൽ, അദ്ദേഹത്തെ പറഞ്ഞാൽ റിവഞ്ച് എടുക്കത്തില്ല. അത് ബുഹാരി 2626 കാണാം. പ്രത്യേക സംഭവമായിട്ട് കാണാം. ഈ ജൂതന്മാർ